നമുക്കൊപ്പം ഇപ്പോൾ പി കെ നവാസ് MSF അംഗീകരിക്കുന്നില്ല. നേതാവ് ചേരുകയാണ്. ശ്രീ പി കെ നവാസ്, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താങ്കളുടെ പ്രതികരണം തേടുന്നത്. ഈ പ്രതിഷേധമൊക്കെ അവസാനിപ്പിക്കണം MSF എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മലപ്പുറത്ത് എല്ലാവർക്കും അഡ്മിഷൻ നേടുന്നതിന് ആവശ്യമായ സീറ്റ് എണ്ണം ഉണ്ട് എന്നാണ് അദ്ദേഹം കണക്കുകൾ നിരത്തി പറയുന്നത്. പണ്ട് അദ്ദേഹത്തിന്റെ നേതാവ് പറഞ്ഞൊരു ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അരിയാഹാരം തിന്ന ആർക്കും ബോധ്യമാവാത്ത ഒരു കാര്യമാണ് മന്ത്രി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കണമെന്ന് പറയേണ്ട തിട്ടൂരം വരക്കേണ്ട കാര്യം മന്ത്രിക്കില്ല. ഞങ്ങൾ പറയുന്നത് ന്യായമായി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സീറ്റ് നൽകാൻ മന്ത്രി തയ്യാറാകണം. ഇന്നു പകലും നിരന്തരമായി ഈ വിഷയം കൊണ്ടുവരികയും മറ്റന്നാൾ അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഇന്നലെ മുഴുവൻ A+ കിട്ടിയ കുട്ടിയുടെ കണ്ണീരിന്റെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും മന്ത്രിക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മലപ്പുറത്തിനും മലബാറിനും പുറത്തേക്ക് സമരത്തെ വ്യാപിപ്പിക്കുകയാണ്. ഇന്നു മുതൽ അതിശക്തമായ സമരം മന്ത്രിയുടെ മൂക്കിന് താഴെ വെച്ച് തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഇങ്ങനെ ഒരു വാശി പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, എന്താണ് ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം തിരുവനന്തപുരം ടൗണിന് പുറത്തേക്ക് ചിന്തിക്കുന്നില്ലേ? ആ നഗരത്തിന്റെ മാത്രം മന്ത്രിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹം കേരളത്തിലെ മൊത്തം വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സീറ്റില്ല എന്ന റിപ്പോർട്ട് ഇദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടുന്നത്? കഴിഞ്ഞ ദിവസം ഞങ്ങൾ RDDയെ നിരന്തരമായി ഉപരോധിച്ചു. ഇന്നും MSFന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ RDD ഓഫീസ് ഉപരോധം നടന്നുകൊണ്ടിരിക്കുകയാണ്. RDD പറയുന്നു ഇവിടെ പ്രശ്നമുണ്ട് എന്ന്, ഇവിടെ സീറ്റ് കുറവുണ്ട്, ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് RDD പറയുന്നുണ്ട്. പിന്നെ ആരാണ് മന്ത്രിക്ക് ഈ വിവരങ്ങൾ നൽകുന്നത്, തെറ്റായ വിവരങ്ങൾ നൽകുന്നത്? ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് മന്ത്രി പോകുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം അദ്ദേഹത്തെ വഴി തടയുന്ന രൂപത്തിലേക്കുള്ള ശക്തമായ സമരവുമായി MSFന് മുന്നോട്ട് പോകേണ്ടി വരും. ഞങ്ങൾ പുറത്തിരിക്കുന്ന 1.25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. ഈ 1.25 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ കാണാതെയാണ് മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി തിരുത്താൻ തയ്യാറാകണം. മന്ത്രിക്ക് കള്ളക്കണക്കുകൾ കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണോ അവർക്കെതിരെ നടപടിയെടുക്കാൻ മന്ത്രി തയ്യാറാകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്.